ഇത് 2018 10ാം മാസം വണ്ടിയാണ്. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. അതേമാതിരി തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റോ ഒരു ടച്ചപ്പോ ഒന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി 15 മാർച്ച് വണ്ടിയാണ്. 2015 മാർച്ച് വണ്ടി. വെറും എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? ഇത് 50,000 സർവീസ്. ഇപ്പോൾ ഞാൻ റീസെന്റ് ഇപ്പം BM സർവീസ് ചെയ്തിട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വീഡിയോ ഓഫർ ആയിട്ടുള്ള 6,75,000 റുപ്യക്ക് നമുക്ക് സ്വന്തമാക്കാം. NOC കൊടുക്കാം. ഇതിനൊക്കെ ലോൺ ചെയ്യുമ്പോൾ നമ്പർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 ലക്ഷം റുപ്യ എന്തായാലും ലോൺ എന്തായാലും 29,000 ഓടിയ വണ്ടിന്റെ ഇന്റീരിയർ ആണോ നോക്കുക. വേണം എഞ്ചിൻ റൂം വേണമെങ്കിൽ ഇല്ല സ്റ്റിക്കർ പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ മുതൽ നമുക്ക് 8.5 ലക്ഷം റുപ്യക്ക് നമുക്ക് NOC കൊടുക്കാം. 8.5 ലക്ഷം. എത്ര മൈലേജ് കിട്ടും ഇതിന്? 15 ഡീസൽ അല്ലേ, 15ന് മേലെ കിട്ടുമല്ലോ. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കിടക്കണ കിടപ്പ് കണ്ടോ? നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഉദാഹരണം കാണിച്ചു തരാം. വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയ ബെൻസിൻ്റെ, അതേപോലെ തന്നെ വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഹൈ ക്വാളിറ്റി വാഹനമുണ്ട്. അതുപോലെ തന്നെ വെറും 90,000 കിലോമീറ്റർ മാത്രം ഓടിയ Audi A4 ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതർ സ്റ്റേറ്റ് ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത മോഡൽ കൂടിയ 2015 ഈ രണ്ടെണ്ണം, അതും സിംഗിൾ ഓണറുള്ള വണ്ടി കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ കണ്ട പാടെ എല്ലാവരും കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അതർ സ്റ്റേറ്റ് വാഹനമാകുമ്പോൾ എന്ത് വിശ്വസിച്ചെടുക്കാമെന്ന്. കിലോമീറ്റർ തിരിച്ചിട്ടുണ്ടാവില്ലേ, വണ്ടി മറിഞ്ഞതായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്നാലും അതാണ് മാറ്റി വെച്ചോളി. ഈ വാഹനം നിങ്ങൾ ഇതിൻ്റെ ഓതറൈസ്ഡ് ടയോട്ടൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി എടുക്കാനുള്ള അവസരം നമ്മൾ തരും. നിങ്ങൾ ചെക്ക് ചെയ്ത് A to Z കാര്യങ്ങളും നോക്കിയിട്ട് ഉറപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സമീർക്കാണ്. ഈ മുതലാണ് കേട്ടോ. സമീർക്ക, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷം? സുഖമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എല്ലാ വണ്ടികളും സെയിൽ ആയില്ലേ? സെയിൽ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ സോൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്വാളിറ്റി ഒന്ന് പറഞ്ഞു കൊടുത്താൽ? നമ്മുടെ കിലോമീറ്റർ ജെന്യുവൻ ആയിരിക്കും. ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, ചേസസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വേറെ ഫ്ലഡ് ആയിട്ടോ അങ്ങനെയുള്ള യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടികൾ ഗ്യാരണ്ടിയിൽ ഷോറൂം ഓതറൈസ് ഷോറൂമിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഫെസിലിറ്റികൾ ഒരുക്കി കൊടുക്കൂലേ? ചെയ്യാം. പിന്നെ അതർ സ്റ്റേറ്റ് വാഹനം നിങ്ങൾ ക്യാഷ് തരാണെങ്കിൽ നമ്പർ ആക്കി കൊടുക്കൂലേ? നിങ്ങൾ നമ്പർ ആക്കി കൊടുക്കാം. നമുക്ക് നമ്പറിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ മലപ്പുറം കോഴിക്കോട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, കാസർഗോഡ് അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം. കോഴിക്കോട്, മലപ്പുറം നമുക്ക് വിത്ത് നമ്പറിൽ തന്നെ നമുക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ വാഹനം 25,000 കിലോമീറ്റർ 29,000 അത് ജെനുവിനാണോ? അത് ജെനുവിൻ കിലോമീറ്റർ സർവീസ് റെക്കോർഡ്. എത്രയാണ് മോഡൽ? ഇത് മോഡല് 14 ഫസ്റ്റ് വണ്ടിയാണ്. മോഡൽ. അപ്പൊ ലോ കിലോമീറ്റർ ഓടിയ വാഹനം 14 ജനുവരി വണ്ടിയാണ്. ഇവിടുത്തെ A to Z വാഹനങ്ങളും അധികം ലോ കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാട്ടോ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ. ഓക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം. വണ്ടികൾക്ക് യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ജെനുവിൻ വണ്ടിയാണ്, ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. ഒക്കെ ഗ്യാരണ്ടി കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫോർച്യൂണറിനെ കാണിക്കാം. ഫോർച്യൂണർ ഡിമാൻഡ്, ഇപ്പം ഡിമാൻഡിലുള്ള വണ്ടി ഫോർച്യൂണർ ആണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഒരുപാട് എൻക്വയറി ആണ്. അത് ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി, സിംഗിൾ ഓണർ വണ്ടികളാണ് ലഭിക്കാനുണ്ട്. അത് ക്വാളിറ്റി ഉള്ള നല്ല പണിയാണ്. സെക്കൻഡ് ഓണറോ തേർഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നുമല്ല. ഫസ്റ്റ് ഓണർ വണ്ടികൾ സെക്കൻഡ് ഓണറിൽ ഉപയോഗിക്കുക, ഫാൻസി നമ്പർ ഇട്ട് ഉപയോഗിക്കുക പാർട്ടിക്ക്. UP രജിസ്ട്രേഷൻ അല്ലേ ഇത്? UP രജിസ്ട്രേഷൻ. മോഡൽ എത്രയാണ് ഇത്? UP രജിസ്ട്രേഷൻ. ഇത് 17 ജനുവരി വണ്ടിയാണ്. 17 ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 140 കിലോമീറ്റർ. 1:42 സർവീസ് ഇപ്പൊ കഴിഞ്ഞതാ. പക്ക ജെനുവിൻ അല്ലേ? ജെനുവിൻ സർവീസ്. ടയോട്ടയിൽ കൊണ്ടുപോയി ഉറപ്പുവരുത്തി കൂടെ? ടയോട്ടയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാം. ടൂ വീല് ഓട്ടോമാറ്റിക്. ഇപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. നിങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് എങ്ങനെ എടുക്കുക ആ ഒരു നിലയിൽ നമുക്ക് കൊണ്ടുപോകും. ഡാമേജോ കാര്യങ്ങളോ സീറ്റിലോ ഗ്ലാസും ഒരു ക്രാക്ക് കാണുന്നുണ്ട്, അത് മാറ്റി കൊടുക്കും. ജസ്റ്റ് അത് ഇൻഷുറൻസിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ
നമുക്ക് റീപ്ലേസ് ചെയ്യാം. അത് ഒറിജിനൽ ഗ്ലാസ് ആണ്, ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നും എല്ലാം ഒറിജിനൽ പാർട്സ് ആണ് വണ്ടിന്റെ. ഓക്കെ, ഈ ഒരു ഐറ്റത്തിന് എത്രയാണ് നമ്മൾ നിങ്ങളെ കൈ കിട്ടേണ്ട വില? നമുക്ക് പ്രൈസ് ഇത് നമുക്ക് ഫൈനല് NOC റേറ്റിലാണെങ്കിൽ നമുക്ക് ഈ 22,25,000 കൊടുക്കാം. ഏകദേശം എത്ര നമുക്ക് ലോൺ ചെയ്യാൻ വേണ്ടിമേ? ലോൺ ഇത് നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു 25-20 ആ ലെവലിൽ ചെയ്യാം. മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നൈസ് വാഹനമാണ്. മേലെ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പൊ മൈലേജ് എത്ര കിട്ടും ഏകദേശം? മൈലേജ് ഒരു 13-14, 13-14 ഓഫ് റോഡ് 13-14 എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് ഫോർച്യൂണറിനെ പരിചയപ്പെടാം. ഇത് ഒരു വർഷം കൂടുതലുള്ള വണ്ടി അല്ലേ? 2018 10 മാസം വണ്ടിയാണ്. 10 മാസം ഡൽഹി രജിസ്ട്രേഷൻ ആണ്. അതേമാതിരി തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റോ ഒരു ടച്ചപ്പോ ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം. ഗ്യാരണ്ടിയിൽ കൊടുക്കാം, ഫുൾ ഗ്യാരണ്ടി. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട് ഇതിന്? ഒരു 70% ടയർ ഉണ്ട്, 60-70. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒറിജിനൽ പെയിന്റ്, ഒരു ടച്ച് പോലും ഇല്ല, പെയിന്റ് ടച്ചും ഇല്ല. ഇല്ലല്ലേ? ഇപ്പൊ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? ഒക്കെ ഒറിജിനാലിറ്റി വണ്ടിയാണ് ഇത്. കമ്പനി വരുന്ന അതേ പാർട്സ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ മറ്റേ വാഹനം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. ഒന്നും ഒരു അപാകതയും പറയാനില്ല. ഇതൊക്കെ കമ്പനി ജെനുവിൻ പാർട്സ് അല്ലേ? ഒരു റീപ്ലേസ് ഒന്നും മാറിയില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാവുന്നതാണ്. റീപ്ലേസ് ഇല്ല അല്ലേ? എത്രയാണ് ഈ മോഡലിന് ചോദിക്കണം? ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് NOC റേറ്റ് 26 ലക്ഷം രൂപ. NOC 26 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം എത്ര ലോൺ ഈ മോഡലിന്? ഇതിനൊക്കെ നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു 4 lakhന്റെ മേലെ നമ്പർ ആക്കാനുള്ള എക്സ്പെൻസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 25 ഒക്കെ ലോൺ മാക്സിമം ചെയ്യാം. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്പർ ആയി കേരള രജിസ്ട്രേഷനിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് വാഹനം പരിചയപ്പെടാം. 29,000 കിലോമീറ്റർ മാത്രം ഓടിയ ബെൻസിന്റെ C-Class 220 മോഡൽ എത്രയാണ്? ഇത് 14 രജിസ്ട്രേഷൻ, 2014. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നിലവിൽ എത്ര ഓടിയുണ്ട്? ഇതിന് 29ന്റെ ഉള്ളിൽ 28 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പൊ വിശ്വസിക്കാൻ പറ്റുമോ? ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ് റെക്കോർഡാണ്. അത് 100% വിശ്വാസത്തിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ് ആയിട്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ടയർ എത്ര ശതമാനം വരുന്നത്? മേജർ ആയിട്ടല്ല, നമുക്ക് വണ്ടി റീപ്ലേസ്മെന്റ് അല്ല, വണ്ടി ക്ലൈം മൈനർ ആയിട്ട് റീപ്ലേസ് ഇല്ല. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 90% ഇൻഷുറൻസ് പുതിയത് ഫുൾ കവർ എടുക്കാൻ പോവാ. ബെൻസിൽ പൊതുവെ മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു വേരിയന്റാണ് C-Class എന്ന് പറഞ്ഞ വേരിയന്റ്. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറഞ്ഞ വാഹനമാണ്. തീർച്ചയായിട്ടും മൈലേജ് സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനം. പിന്നെ സാധാരണക്കാരന് അവരെ ആഗ്രഹങ്ങൾ തീർക്കാനും പറ്റുന്ന വാഹനങ്ങളെ നമ്മൾ എടുത്തുള്ളൂ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ വണ്ടി, പ്രീമിയം വണ്ടികള്, പുതിയ വണ്ടികൾ ഷോറൂമിൽ പോയി ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ബഡ്ജറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്ക് അതർ സ്റ്റേറ്റ് വാഹനമാകുമ്പോൾ അവരെ ബഡ്ജറ്റില് സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കാം. അപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്കാ ഷോറൂം കണ്ടീഷൻ. അതെ, ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്താലേ അറിയാലോ. ഒന്നും നോക്കണ്ട. 29 കിലോമീറ്റർ ഓടി 29,000 ഓടിയ വണ്ടിന്റെ ഇന്റീരിയർ ആണോ നോക്കുക. വേണേ എഞ്ചിൻ റൂം വേണമെങ്കിൽ ഇല്ല, സ്റ്റിക്കർ പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ മോഡലിന് ആസ്ക് ചെയ്യണം? നമുക്ക് 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് NOC കൊടുക്കാം. 8.5 ലക്ഷം. എത്ര മൈലേജ് കിട്ടും ഇതിന്? 15 ഡീസൽ അല്ലേ, 15ന്റെ മേലെ കിട്ടുമല്ലോ. 15 മുകളിൽ ഒരു 18 ആ ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ല റോഡാണെങ്കിൽ. ഓക്കെ, നല്ല പ്രൈസും ആണ്, നല്ല മൈലേജും ആണ് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് ജനപ്രിയ വാഹനമുള്ള BMW 520D ഹൈലൈറ്റ് വാഹനം. ഹൈലൈറ്റ് വാഹനമാണ്. ഇതിന്റെ റീലൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് എത്രയാണ് മോഡൽ? ഇത് 2015 ജനുവരി മാർച്ച് വണ്ടിയാണ്. 2015 മാർച്ച് വണ്ടി. വെറും എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? ഇത് 50,000 സർവീസ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പം BM സർവീസ് ചെയ്തിട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തത്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ കിട്ടാൻ നല്ല കിട്ടുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അടുത്ത സർവീസിനും അവർ പറഞ്ഞത് കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല, ജസ്റ്റ് ഓയിൽ സർവീസ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് പേഡോ കാര്യങ്ങളോ ഒന്നും മാറാനില്ല. യൂസ് ചെയ്യാം, ധൈര്യമായിട്ട് കൊടുക്കാം. 12,000 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഓടാം. ജസ്റ്റ് ആകെ 200 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇനി അടുത്ത 12,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം സർവീസ് ചെയ്താൽ മതി. ഡീസൽ അടിക്ക് ഓടുക. എത്ര മൈലേജ് കിട്ടുന്നത്? മൈലേജ് അതേമാതിരി തന്നെ 15ന്റെ മേലെ, ഹൈവേയിൽ 17 ആ റേഞ്ചിലൊക്കെ വരും. പിന്നെ പൊതുവെ മെയിൻ്റെനൻസ് കുറഞ്ഞ വാഹനം 520.
BM-ല് മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനം കേട്ടോ. ഇപ്പൊ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഇപ്പോഴത്തെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഓക്കെ. ഇന്റീരിയർ സൈഡിലായിട്ട് വന്നാലും ഒരു റീപെയിന്റ് പോലും ഇല്ല വണ്ടിക്ക്. ഒരു റീപെയിന്റ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ? ഒറിജിനൽ പെയിന്റ് ആണ്. ഒറിജിനൽ പെയിന്റ് ആണ് വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടികൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ വീഡിയോയിൽ ചെയ്ത വണ്ടികളൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ പെട്ടെന്ന് തന്നെ ഒരു 1 വീക്കിന്റെ ഉള്ളിൽ തന്നെ സോൾഡ് ആയി പോകും. ജനങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി അത്രയും ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അതാണ് ഹൈലൈറ്റ്. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഓഫർ റേറ്റ് പറഞ്ഞാൽ മതിയോ? ഓഫർ റേറ്റ് പറഞ്ഞാൽ മതി. ജനങ്ങൾ ഉപയോഗിക്കട്ടെ, അവരെ ആഗ്രഹങ്ങൾ തീർക്കട്ടെ. പ്രീമിയം വണ്ടികൾ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വില കൊടുത്തിട്ട് അതെ സാധാരണക്കാരന് ഒരു പ്രീമിയം വാഹനത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്ക് 14,90,000 രൂപ കൊടുക്കാം. NOC ഈ ഒരു ക്വാളിറ്റിയുള്ള വണ്ടി. ഇത് നമ്പർ ആയി കഴിഞ്ഞിട്ട് ലോൺ ചെയ്തോ? നമുക്ക് നമ്പർ ആക്കിയിട്ട് ലോൺ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഒരു 4 ലക്ഷം രൂപന്റെ മേലെ ഇതിന് ടാക്സ് ഉണ്ടാവും കേട്ടോ. കേരള രജിസ്ട്രേഷന് പുതിയ 70ന്റെ മേലുണ്ട്. 50 ലക്ഷത്തിന്റെ ലക്ഷറി. വേറൊരു കാര്യം വിട്ടുപോയി, ഇത് ലക്ഷറി ലൈനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 520D ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതെ. ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. 14 ലാസ്റ്റിലേക്കാണ് ന്യൂ ഷേപ്പ് വരുന്നത്. ആ വണ്ടിയാണിത്. ഇതില് 14 ഫസ്റ്റിലൊക്കെ ഓൾഡ് ഷേപ്പാണ്. ഇതിപ്പോ ഒരുപാട് പേര് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല മൊഞ്ചാണ് വണ്ടി. വൈറ്റ് കളറാണ്. ടയർസിന് ഒരു 80% അലയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഈ ലക്ഷറി ലൈനിൽ വരുന്ന അലയാണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് സെഡാൻ സെഗ്മെന്റിൽ പെട്ട ഓഡിയുടെ അധികം നമ്മൾ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് ഓഡി A4. അതൊരു റയർ കളർ അല്ലേ? ഇത് എത്ര മോഡല്? ഇത് 2014 മോഡൽ ഡിസംബർ. HR രജിസ്ട്രേഷൻ. 2014 മോഡൽ HR രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പോ സെക്കൻഡ് ഓണറിലെ വണ്ടി. കിലോമീറ്റർ ഇത് 95 ഓടിയിട്ടുണ്ട്. ജനൻ സർവീസ് റെക്കോർഡ്. കമ്പിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏത് വാഹനമാണെങ്കിലും കമ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിട്ട് വണ്ടി എടുത്താൽ മതി. അത്ര ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓഡി A4 ആണ്. 90,000 കിലോമീറ്റർ. ഏകദേശം ഡീസൽ എത്ര മൈലേജ് ലഭിക്കും? ഡീസൽ ഇത് അതേമാതിരി തന്നെ A4 മൈലേജുള്ള വാഹനമാണ്. 17-18 ഹൈവേയിൽ എന്തായാലും കിട്ടും. 18 ലെവല് ഹൈവേയിൽ മൈലേജ് ലഭിക്കുന്ന വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷന്റെ നേരെ താഴെ പ്രീമിയം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ടയേഴ്സ് എത്ര ശതമാനം ഉണ്ട്? ടയേഴ്സ് ഒരു 50-60% 60% ടയറും കാര്യങ്ങളും വരുന്ന സൺറൂഫ് വരുന്ന ഓപ്ഷനാണ് അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഒരു അപാകത കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാ ഫീച്ചേഴ്സ് പ്രോപ്പർ വർക്കാണ്. ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി ആണ്. മെക്കാനിക്കൽ ഒക്കെ ആണ്. 100% ഗ്യാരണ്ടിയാണ്. സസ്പെൻഷൻ ഒക്കെ ആണ്. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഒറിജിനൽ പെയിന്റ് വണ്ടിയാണ്. A4 ഒരുപാട് വണ്ടികൾ കളക്ഷൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ അത് ഈ വണ്ടി ഒരാള് ഓടി A4 വന്ന് എടുക്കുകയാണെങ്കിൽ വരുന്ന ആള് ഈ വണ്ടി എടുത്തിട്ടേ പോവുള്ളൂ. എന്താ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. വണ്ടി കണ്ടൊന്ന് ബാക്ക് ബൂട്ടൊക്കെ ഒന്ന് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഒരു അപാകത നമുക്ക് പറയാനില്ല. ടയേഴ്സ് അൺടച്ച് ടയേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ. പിന്നെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കമ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. സർവീസ് റെക്കോർഡ് ഉണ്ട്. അതാണ് നമ്മുടെ വണ്ടികൾക്കൊക്കെ സർവീസ് റെക്കോർഡുള്ള വണ്ടികൾ. ഇത് നമുക്ക് 8,10,000 രൂപയ്ക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാം. 8,10,000 ഏകദേശം. നമ്പർ ആയാലും എത്ര ലോൺ ചെയ്യാം നമുക്ക്? നമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10ന്റെ അടുത്തൊക്കെ എന്തായാലും തന്നെ 10 ലക്ഷം ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും നമ്പർ ആയി കഴിഞ്ഞാൽ. നമ്പർ ആക്കണമെങ്കിൽ ഒരു 3 lakhsന്റെ മേലുണ്ടാവും. 3 ലക്ഷം രൂപ മേലുണ്ടാവും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഹോണ്ട സിറ്റി പരിചയപ്പെടാം. മൈലേജിന്റെ രാജാവ്. മൈലേജ് നോക്കുന്നത് കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് 25 കിലോമീറ്റർ മൈലേജ് ഡീസൽ. ഷുവർ ആയിട്ട് 100% ഗ്യാരണ്ടി കൊടുക്കാം. മൈലേജ് ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുള്ള് ZX. അതുമല്ല സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. മോഡൽ എത്രയാണ്? ഇത് 2018 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് 90,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ ആണോ? ജെനുവിൻ 100% പറഞ്ഞല്ലോ. നല്ല ഓട്ടോ ഓടും. ജെനുവിൻ ആണോ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ വണ്ടികൾ ജെനുവിൻ ആണ്. എന്നാലും നമ്മുടെ പ്രേക്ഷകരോട് അവരുടെ സംശയം കൊണ്ട് നമ്മൾ ചോദിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ.
പിന്നെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. വണ്ടിക്ക് ചെക്ക് ചെയ്യാ, ഒരു ഗ്ലാസ് പോലും 15 ഇല്ലാതെ വേറെ ഒരു ഗ്ലാസ് അതിന്റെ മുകളിൽ ഉണ്ടാവില്ല. ZX ആണ് ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് വരുന്ന വേരിയന്റ്. അതെ 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 അതെ. ഡിക്കി സ്പേസും അത്യാവശ്യം നല്ല ഡിക്കി സ്പേസും ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഒരു ആക്സിഡന്റ് ഇല്ല, 0 ക്ലെയിം വണ്ടി. ഓക്കെ, എത്ര ആസ്കിയാണ്? ഒരു വണ്ടികളും 0 ക്ലെയിം, 100% ഗ്യാരണ്ടി കൊടുക്കും നമ്മള്. എത്ര ആസ്കിയാണ് വണ്ടിക്ക്? ഇത് വണ്ടി അത് ഓഫർ റേറ്റ് പറയാ, 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഹോണ്ട സിറ്റി ആണ്, കീലെസ് എൻട്രി, അലോയ്സ് ഒക്കെ ഡയമണ്ട് കട്ട്. വണ്ടിന്റെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ 100% ഹൈ ക്വാളിറ്റി വാഹനം. എത്ര ആസ്കിയാണ് അപ്പോ? ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 6,75,000 റുപ്യക്ക് നമുക്ക് സ്വന്തമാക്കാം. NOC കൊടുക്കാം. ഏകദേശം എത്ര ലോൺ? ഇതിനൊക്കെ ലോൺ ചെയ്യുമ്പോൾ നമ്പർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 ലക്ഷം റുപ്യ എന്തായാലും ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് മാക്സിമം ലോൺ ഇവിടെ എടുക്കാം. അതെ അതെ അതെ, നമ്പർ ആക്കി കഴിഞ്ഞാൽ കേട്ടോ. നമ്പർ ആക്കി കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ടാക്സ് അടക്കേണ്ടി വരും. ഒരു 90,000 റുപ്യ ടാക്സ് അടക്കേണ്ടി വരും, ഒന്നിന്റെ താഴെ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ സിംഗിൾ ഓണർ മോഡൽ കൂടിയ വലിയ ഓട്ടോ, ഹൈ ക്വാളിറ്റി ഇനോവകള് രണ്ട് ഇനോവ സുന്ദരികൾ നമ്മുടെ അടുത്തുണ്ട്. 2 സുന്ദരി കുട്ടികൾ. അത് മേജറോ മൈനറോ ആയിട്ടുള്ള യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വണ്ടി. എത്രയാണ് മോഡൽ? മേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് ജസ്റ്റ് ബമ്പർ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടാവുള്ളൂ. ഇതിന് ഈ വണ്ടികൾ ഈ സിൽവറിനാണെങ്കിൽ ഒരു റീപ്ലേസും ഇല്ല വണ്ടിക്ക്. ഗ്രേ കളർ നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഗ്രേ കളർ നമ്മൾ 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ ആയിട്ട് കമ്പനി ഹിസ്റ്ററി 1-2 സർവീസ് ഇപ്പൊ കഴിഞ്ഞതാ. കമ്പനി റീസെന്റ് ടൈമിംഗ് ബെൽറ്റ് മേജർ സർവീസ് കഴിഞ്ഞ വണ്ടി. ഇപ്പൊ G4 GX ന്യൂ ഷേപ്പിൽ വരുന്നതാണ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ലാസ്റ്റ് ഇറങ്ങിയിട്ട് അപ്പൊ GX ഡുവൽ എയർ ബാഗ്. യെസ്, അതാണ്. അപ്പൊ അതുപോലെ തന്നെ ടയർ എത്ര ശതമാനം? ടയർ ഒരു 70% ടയർ ഉണ്ട്, 70 ഉണ്ട്. ഓക്കെ, ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ 7 സീറ്റർ ആണ് വാഹനം. അതും നല്ല അടിപൊളി ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഇത് എത്രയാണ് ആസ്കിന് വണ്ടിക്ക്? ഇത് വണ്ടി നമുക്ക് NOCയിൽ സിംഗിൾ ഓണർ ആണ് കേട്ടോ. വണ്ടി സിംഗിൾ ഓണർ ആണ്. മേജർ സർവീസ്, മേജറോ മൈനറോ ആയില്ല, ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. മേജർ സർവീസ് 1-2 ആണ് മേജർ സർവീസ് ടയോട്ട ഇനോവ. അതിപ്പോ ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് വരെ മാറിയ വണ്ടിയാ. ചെക്ക് ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത്രയും ഹൈ ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ ഈ വണ്ടി നമുക്ക് ഒരു 7,85,000 റുപ്യക്ക് NOCയിൽ കൊടുക്കും. 7,85,000. ഏകദേശം നമ്പർ ആയിട്ട് എത്ര ലോൺ ചെയ്യാം? ലോണ് നമ്പർ ആക്കിയിട്ടാണെങ്കിൽ ഒരു 1 lakhന്റെ അടുത്ത് ഇതിന്റെ ടാക്സ് വരും, നമ്പർ ആക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് മാക്സിമം ലോണ് ചെയ്യാൻ പറ്റുന്ന അവരെ പ്രൊഫൈലിനനുസരിച്ച് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഒരു 7-8 ലക്ഷം ലോൺ ചെയ്യാട്ടോ. അപ്പൊ അതുപോലെ തന്നെ വേറെ സുന്ദരി ഉണ്ട് അല്ലേ? സിൽവർ കളർ. എത്ര മോഡല്? ഇത് 2015. ഓണർഷിപ്പ് സിംഗിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1 lakh ഓടിയിട്ടുള്ളൂ. ഓക്കെ, അത് ഹിസ്റ്ററി ജെനുവിൻ അല്ലേ? ജെനുവിൻ ഹിസ്റ്ററി. എന്തെങ്കിലും മേജറോ മൈനറോ? 1 lakh ഹിസ്റ്ററിയാണ്. ഒരു മേജറോ മൈനറോ ആയില്ല, ഒന്നുമില്ല. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ 0 ക്ലെയിം വണ്ടി. 0 ക്ലെയിം ആണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ഇത് 90% ടയർ ഉണ്ട്. 90% അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ കമ്പനി സീറ്റ് ആണ്. ആർമിയുടെ വണ്ടിയാണ് അല്ലേ? ഇത് പട്ടാളക്കാരന്റെ വണ്ടിയാണോ? ഇത് ഒരു ആർമി ഓഫീസർ വണ്ടിയാണ്, കേണലിന്റെ വണ്ടിയാണ്, അവർ ഉപയോഗിച്ച വണ്ടിയാണ്. ധൈര്യത്തിൽ ആ ഒരു ക്വാളിറ്റി വണ്ടിന്റെ മുകളിലുണ്ടാവും. ഒരു കേണൽ സാറിന്റെ വണ്ടിയാണ്. ആ സാറ് ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത്രയും കെയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ അവരുടെ അടുത്ത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പിന്നെ അവര് അത്രയും ജെന്യൂൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. 7 സീറ്റർ വാഹനമാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ ചെയ്തിട്ടില്ല, എന്നാലും കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. റൂഫ് AC, അതുപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങൾ, സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര രണ്ട് വാഹനവും ഇനോവ ഇന്റർകൂളർ ആണ്. അത് പ്രത്യേകിച്ച് പറയണം. മൈലേജ് ഉണ്ടാവും. ഇന്റർകൂളർ വാഹനം കൊണ്ട് 14+ മൈലേജ്, 14 കിലോമീറ്റർ മൈലേജ് കിട്ടും പ്രതീക്ഷിക്കാം. അതെ, ഹൈവേയിൽ 14 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടിയാണ്. എത്ര മുതലാണ് ഇതിന് നമുക്ക് 8,20,000 റുപ്യക്ക് നമുക്ക് NOCയിൽ കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും നമ്പർ ആയാൽ? ഈ വണ്ടിക്ക് ഇതേമാതിരി തന്നെ ഒരു 8-9 ലക്ഷം റുപ്യ ലോണ് സുഖമായിട്ട് കിട്ടും. 10 ലക്ഷം റുപ്യ IDV ഉണ്ട്. പുതിയ ഇത് എടുത്തതാ, ഇൻഷുറൻസ് എടുത്തതാ. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മൾ സമീർഖാന്റെ റേറ്റും കാര്യങ്ങളൊക്കെ? മാന്യമായ പ്രൈസ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് മാന്യമായ പ്രൈസിൽ നമ്മൾ പ്രേക്ഷകർക്ക് എനിക്ക് എന്താ പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡൽഹിയിൽ ഹൈ
ഹൈ പ്രൈസ് ആണ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയ റേറ്റിൽ ഞാൻ മാക്സിമം കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ലാഭം വളരെ കുറച്ചിട്ടുള്ള മാന്യമായ ലാഭം എടുത്തിട്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അതും ക്വാളിറ്റി വാഹനമാണ്. ഓരോ വാഹനങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി എടുക്കാനുള്ള സൗകര്യങ്ങൾ. അതെ 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 അതെ, ക്വാളിറ്റിയാണ് വണ്ടി, ജെനുവിനിറ്റിയാണ്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. എല്ലാ വാഹനങ്ങളും ജെനുവിൻ ആയിട്ട് ധൈര്യമായിട്ട് ഒരു വണ്ടി എടുത്തിട്ട് നാളെ ഒരാള് പറ്റിപ്പോയി അല്ലെ പറ്റിച്ചു പോയി എന്ന് പറയില്ല. എന്റെ ഒരു വണ്ടി എടുത്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ഉള്ളതുപോലെ പറഞ്ഞ് സെയിൽ ചെയ്യണം. അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം. ഓക്കെ, ഇപ്പൊ പ്രൈസ് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുത്തു നേരിട്ട് വന്നാൽ ഇത് മാക്സിമം മുട്ടിച്ചിട്ടാണ് പ്രൈസ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാലോ, എല്ലാ വണ്ടികൾക്കും. അതെന്താ പറഞ്ഞാൽ വണ്ടി പല വണ്ടികൾ വണ്ടി വരുന്നത് പല ക്വാളിറ്റിയിലാണ് വണ്ടി വരുന്നത്. അത് പോയി നോക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ നമ്മളെ നാട്ടിൽ അതെ അതെ, ഡൽഹി റേറ്റിൽ തന്നെ പറയാം. ഡൽഹിയിൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ റേറ്റ് എത്രയാണ് ചോദിക്കുന്നതൊക്കെ. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റേറ്റിൽ മാക്സിമം കുറച്ചിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുത്തു നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെറിയ മാതിരി നമ്മള് കടുവാശിയൊന്നുമില്ല, നമുക്ക് മാന്യമായിട്ട് നമുക്ക് കൊടുക്കാം ചെറിയ രീതിയിലൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഷമീർക്ക നിങ്ങൾക്ക് മൈനസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ക്രീനിൽ നിന്ന് ഞങ്ങൾ തൽക്കാലം വിട പറയുകയാണ്. അടുത്തൊരു കിടിക്കാച്ചി എപ്പിസോഡ് തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.